ജാനുവരി 2020-ൽ SSL അവരുടെ ഫസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓഡിയോ ഇന്റർഫേസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. SSL2 ആൻഡ് SSL2+. ഇറ്റ് വാസ് എൻ ഇൻസ്റ്റന്റേനിയസ് ഹിറ്റ് എന്ന് തന്നെ പറയണം. വൈ? ബിക്കോസ് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇത്രയും ഹൈ ക്വാളിറ്റി ഓഡിയോ ഇന്റർഫേസസ് ആ ടൈമിൽ മാർക്കറ്റിൽ അധികം അവൈലബിൾ ആയിരുന്നില്ല. ഫാസ്റ്റ് ഫോർവേഡ് ടു ഒക്ടോബർ 2024, ഈ രണ്ട് ഓഡിയോ ഇന്റർഫേസസിന്റെയും MK2 അപ്ഗ്രേഡ്സ് ഇറങ്ങിയിരിക്കുന്നു. സോ ഈസ് ഇറ്റ് റിയലി വർത്ത് ദ അപ്ഗ്രേഡ് എന്ന് അറിയണമെങ്കിൽ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ ഡീറ്റെയിൽസ്. ഫുൾ ഡിസ്ക്ലോഷർ, ഈ പ്രോഡക്ട്സ് മീഡിയ ക്യാപിറ്റൽ ബാംഗ്ലൂർ ആണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ദിസ് വീഡിയോ ഇസ് നോട്ട് സ്പോൺസർഡ് ബൈ ദ ബ്രാൻഡ് SSL ഓർ മീഡിയ ക്യാപിറ്റൽ. ദി ഗെറ്റ് ടു സീ ദിസ് വീഡിയോ ഓൺലി അപ്പോൺ ഇറ്റ്സ് റിലീസ്. ആൻഡ് നമുക്ക് എന്താണോ ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് തോന്നിയേ അതാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. Before diving in, we should talk about the brand SSL. Solid State Logic അഥവാ SSL is a UK-based company that was established in 1969 by Colin Sanders. SSL ആദ്യം പൈപ്പ് ഓർഗൻസിന് വേണ്ടി FET സ്വിച്ചിങ് സിസ്റ്റംസ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു പരിപാടി. അവിടുന്ന് സ്ലോലി അവർ കൺസോൾ മാനുഫാക്ചറിങ് ഗെയിമിലേക്ക് എൻ്റർ ചെയ്യുന്നു. ആൻഡ് ബൈ അറൌണ്ട് 1979 they launched their SL4000 E series consoles. This became one of the most successful product lines in console history. Thousands of Grammy-winning songs and albums ഈ കൺസോൾസ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയില്ലേ, അതുകൂടാതെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും SSL കൺസോൾസിന്റെ ചാനൽ സ്ട്രിപ്പ് പ്ലഗിൻ എമുലേഷൻസ് മിക്ക ടോപ്പ് പ്ലഗിൻ ബ്രാൻഡ്സും ഇറക്കിയിട്ടുണ്ട്. യെസ്, 50 കൊല്ലം കഴിഞ്ഞിട്ടും SSL is still top of the game. So let's go ahead and unbox one of these units. ആദ്യം തന്നെ ഇറ്റ്സ് വെരി വെൽ ബിൽറ്റ് ആൻഡ് ഫീൽസ് പ്രിറ്റി സോളിഡ്. ഈ യൂണിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരു മെറ്റൽ ഫേസ് പ്ലേറ്റ് ആണ് and has strong plastic housing around its sides. ഈ രണ്ട് ഇന്റർഫേസസും USB 2.0 bus powered interfaces ആണ്. It should be connected using the provided USB-C cable. USB-C പോർട്സ് ഇല്ലാത്ത സിസ്റ്റംസിന് വേണ്ടി ഒരു USB-C to A അഡാപ്റ്റർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്കിൽ ദീസ് ഇന്റർഫേസസ് ആർ ക്ലാസ് കംപ്ലയന്റ്, അതായത് യു ക്യാൻ ജസ്റ്റ് പ്ലഗ് ഇറ്റ് ഇൻ ആൻഡ് ദ സിസ്റ്റം വിൽ ഡിറ്റക്ട് ഇറ്റ്. ആൻഡ് ഫോർ വിൻഡോസ് യൂസേഴ്സ് യു വിൽ ഹാവ് ടു ഡൗൺലോഡ് ദ ഡ്രൈവർ ഡയറക്ട്ലി ഫ്രം ദ SSL വെബ്സൈറ്റ്. ഈ ഇന്റർഫേസിന്റെ ബിഗ്ഗസ്റ്റ് ഡയൽ ഇതിന്റെ മോണിറ്റർ കൺട്രോളർ ആണ്. ഇൻട്രസ്റ്റിംഗ്ലി ഇറ്റ് ഗോസ് ഓൾ ദ വേ ഫ്രം 0 to 11. MK2-ൽ ഈ ഡയലിന്റെ കളർ ബ്ലാക്ക് ആണ്, ബട്ട് ഒറിജിനലി ഇറ്റ് വാസ് ബ്ലൂ ഇൻ കളർ. അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ രണ്ട് ഐഡന്റിക്കൽ ചാനൽസ് കാണാൻ പറ്റും, വൺ ഫോർ ഈച്ച് ഇൻപുട്ട്, ജസ്റ്റ് ലൈക്ക് എ ചാനൽ സ്ട്രിപ്പ്. ഓരോ ചാനലിനും ഡെഡിക്കേറ്റഡ് ഫാൻറ്റം പവർ സ്വിച്ച്, ലൈൻ ഇൻപുട്ട് സെലക്ടർ ആൻഡ് സ്വിച്ചബിൾ ഹൈ പാസ് ഫിൽറ്റർ ഇൻക്ലൂഡഡ് ആണ്. ഒറിജിനൽ മോഡലിന്റെ ഹൈസി സ്വിച്ചിനെ റീപ്ലേസ് ചെയ്താണ് ഹൈ പാസ് ഫിൽറ്റർ സ്വിച്ച് MK2-ൽ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഫാൻറ്റം പവർ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് നേരത്തേക്ക് ഇതിന്റെ പ്രീ ആംപിനെ മ്യൂട്ട് ചെയ്യും, സോ ദാറ്റ് ഒരു പൊട്ടൽ പോലത്തെ ശബ്ദമൊന്നും ഒരിക്കലും നമ്മൾ കേൾക്കൂല. ഒറിജിനൽ SSL2 and 2+ൽ ലാച്ചിങ് സ്വിച്ചസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. MK2-ൽ മൊമെന്ററി ആക്ഷൻ സ്വിച്ചസിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഓൾസോ ഓരോ സ്വിച്ചിനും ഡെഡിക്കേറ്റഡ് LEDs ആഡ് ചെയ്തിട്ടുണ്ട്. സോ പല സെറ്റിംഗ്സിന്റെ സ്റ്റേറ്റസ് എന്താണെന്ന് ഇപ്പൊ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. Now this is definitely a valuable change. ഒറിജിനൽ മോഡൽസിൽ ഈ സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ എന്ന് ഒരൊറ്റ നോട്ടത്തിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഈ സ്വിച്ചസിന് താഴെ 10 dB ഇൻക്രിമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു 5 സ്റ്റേജ് ലെവൽ മീറ്റർ ഇൻക്ലൂഡഡ് ആണ്. SSL അഡ്വൈസ് ചെയ്യുന്നത് ഈ മീറ്ററിൽ 20 dB വരെ റെഗുലർ ആയിട്ട് സിഗ്നലും ഇടയ്ക്കിടയ്ക്ക് -10 dB LED ഫ്ലാഷ് ചെയ്യുന്ന പോലെ വേണം ഇതിന്റെ പ്രിയാം ഗെയിൻ സെറ്റ് ചെയ്തെടുക്കാൻ. Now ഇതത്ര ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഫൈൻ ട്യൂൺ ഇൻ യുവർ DAW. ഫർദർ താഴത്തോട്ട് ഒരു പ്രിയാം ഗെയിൻ നോബ് ഉണ്ട് ആൻഡ് ദ ലെഗസി 4K സ്വിച്ച് ടു ആഡ് ദാറ്റ് SSL മാജിക് ടു യുവർ റെക്കോർഡിംഗ്സ്. ആക്ച്വലി ഈ 4K സ്വിച്ച് എനേബിൾ ചെയ്യുമ്പോൾ ഇറ്റ് ആഡ്സ് എ ഹൈ ഫ്രീക്വൻസി ബൂസ്റ്റ് ആൻഡ് സം ഫൈൻലി ട്യൂൺഡ് ഹാർമണിക് ഡിസ്റ്റോർഷൻ ടു യുവർ റെക്കോർഡിംഗ് സിഗ്നൽ. SSL2 MK2-ൽ മോണിറ്റർ നോബിന്റെ റൈറ്റ് സൈഡിലായിട്ടും SSL2+ MK2-ൽ മോണിറ്റർ ഡയലിന്റെ മേളിലായിട്ടും ഒരു ഗ്രീൻ LED ഇൻഡിക്കേറ്റർ ഉണ്ട്, വിച്ച് വാസ് ദ ഇന്റർഫേസ് ഇസ് ഗെറ്റിംഗ് പവർ ഫ്രം USB. ഈ ഇന്റർഫേസസിന്റെ ടോപ്പ് റൈറ്റ് സെക്ഷനിലായിട്ട് ഒരു മിക്സ് നോബ് കാണാം, വിച്ച് ഇസ് എ വെരി നൈസ് ഫീച്ചർ ടു ഹാവ്. മിക്സ് നോബ് ഫുള്ളി ആന്റി ക്ലോക്ക് വൈസ് തിരിച്ചാൽ യു വിൽ ഓൺലി ഹിയർ ദ ഇൻപുട്ട് സോഴ്സ്, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ടേൺഡ് ഫുള്ളി ക്ലോക്ക് വൈസ് യു വിൽ ഹിയർ ദ നോർമൽ DAW പ്ലേബാക്ക്. അപ്പോൾ ഈ മിക്സ് നോബ് വെച്ചിട്ട് ഡയറക്റ്റ് മോണിറ്ററിംഗ് ആൻഡ് DAW പ്ലേബാക്കിന്റെ ബാലൻസ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. Now, why do you need this feature? Say, നിങ്ങളുടെ ഒരു ഹെവി പ്രോജക്റ്റ് എടുത്ത് നിങ്ങൾക്ക് ആ സെയിം സെഷനിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ കുറെ പ്ലഗിൻസ് ഈ സെഷനിൽ യൂസ് ചെയ്തത് കാരണം യു വിൽ ഹാവ് ദ പ്രോബ്ലം ഓഫ് ലേറ്റൻസി. അതുകൊണ്ട് തന്നെ സീറോ ലേറ്റൻസി മോണിറ്ററിംഗ് നടക്കൂല.
ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഈ ഫീച്ചർ വളരെ യൂസ്ഫുൾ ആണ്. ഇനി നിങ്ങൾ ഡയറക്റ്റ് മോണിറ്ററിംഗ് ഓപ്ഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ DAWൽ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രാക്സിന്റെ ഔട്ട്പുട്ട്സ് മ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ ഡബ്ലിംഗ് എഫക്റ്റോടെ ആയിരിക്കും റെക്കോർഡിംഗ് സോഴ്സ് കേൾക്കുക. മിക്സ്റ്റോപ്പിന്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റീരിയോ ബട്ടൺ ഉണ്ട്. ലെറ്റ്സ് സേ യു ആർ റെക്കോർഡിംഗ് ബോത്ത് ദ ഇൻപുട്സ് അറ്റ് ദ സെയിം ടൈം. ഈ സ്റ്റീരിയോ ബട്ടൺ എനേബിൾഡ് ആണെങ്കിൽ ചാനൽ 1 ഇൻപുട്ട് ഹാർഡ് ലെഫ്റ്റ് ആൻഡ് ചാനൽ 2 ഇൻപുട്ട് ഹാർഡ് റൈറ്റ് പാൻഡ് ആയിട്ടായിരിക്കും കേൾപ്പിക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഡിസെൻഗേജ്ഡ് എല്ലാ സോഴ്സസും സെൻട്രലിൽ നിന്നായിരിക്കും കേൾക്കുക. ഇതിന്റെ താഴെയായിട്ട് ഹെഡ്ഫോൺ ലെവൽസ് കൺട്രോൾ ചെയ്യാനുള്ള ഡയൽസ് ഉണ്ട്. ഈ MK2 അപ്ഗ്രേഡിൽ SSL2നും 2 ഹെഡ്ഫോൺ ഔട്ട്പുട്ട്സ് കിട്ടിയിട്ടുണ്ട്, ജസ്റ്റ് ലൈക്ക് ദ SSL2+. SSL2 MK2ലുള്ള 2 ഹെഡ്ഫോൺ ഔട്ട്പുട്ട്സും ഒറ്റ നോബ് വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ദ SSL2+ MK2 ഹാസ് 2 ഇൻഡിപെൻഡന്റ് ഹെഡ്ഫോൺ ലെവൽ കൺട്രോൾസ്, ജസ്റ്റ് ലൈക്ക് ദി ഒറിജിനൽ മോഡൽ. SSL2 ആൻഡ് 2+ ആയിട്ടുള്ള വേറൊരു മേജർ ഡിഫറൻസ് ആണ് ദിസ് 3-4 ബട്ടൺ. ബേസിക്കലി ഈ സ്വിച്ച് എനേബിൾ ചെയ്താൽ ഹെഡ്ഫോൺ B ഇനി DAW ഔട്ട്പുട്ട്സ് 3-4ലേക്ക് സ്വിച്ച് ആകും. ദാറ്റ് മീൻസ് ഡിഫോൾട്ട് ഔട്ട്പുട്ട് ആയ 1-2 ഹെഡ്ഫോൺ Aയിലേക്കും ഔട്ട്പുട്ട് പെയർ 3-4 ഹെഡ്ഫോൺ Bയിലേക്കും നമുക്ക് റൗട്ട് ചെയ്തെടുക്കാം വിത്ത് എ പുഷ് ഓഫ് എ ബട്ടൺ. നൗ വൈ ഇസ് ദിസ് ഇമ്പോർട്ടന്റ്? സേ നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെർഫോമിംഗ് ആർട്ടിസ്റ്റിന് ഒറിജിനൽ മിക്സിന്റെ ബാലൻസ് അല്ലാതെ വേറൊരു ബാലൻസിൽ കേൾക്കണം. യു ക്യാൻ യൂട്ടിലൈസ് ദിസ് ഫീച്ചർ. അപ്പോൾ ഹെഡ്ഫോൺ A വെച്ച് ഒറിജിനൽ മിക്സ് മോണിറ്റർ ചെയ്യാം ആൻഡ് ഹെഡ്ഫോൺ B വെച്ച് ഓൾട്ടർനേറ്റ് മിക്സ് മോണിറ്റർ ചെയ്യാം. ഇനി 3-4 ബട്ടൺ എൻഗേജ് ആയിരിക്കുമ്പോൾ ഡയറക്റ്റ് മോണിറ്ററിംഗ് ഇസ് ഓൺലി അവൈലബിൾ ഇൻ ഹെഡ്ഫോൺ A. സോ ദ ആർട്ടിസ്റ്റ് ക്യാൻ ലിസൺ ടു ഹെഡ്ഫോൺ A വിത്ത് റിയൽ ടൈം ഇൻപുട്ട് മോണിറ്ററിംഗ് അല്ലെങ്കിൽ സീറോ ലേറ്റൻസി മോണിറ്ററിംഗ് ആൻഡ് ദ എഞ്ചിനീയർ ക്യാൻ ലിസൺ ടു ദ ഒറിജിനൽ മിക്സ് യൂസിംഗ് ഹെഡ്ഫോൺ B. ഇനി ഇതിന്റെ ഫ്രണ്ട് പാനൽ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 ഹൈസി ഇൻസ്ട്രുമെന്റ് DI പോർട്സ് ആൻഡ് റൈറ്റ് സൈഡിൽ 2 ഹെഡ്ഫോൺ പോർട്സും ഉണ്ട്. ഇനി ഈ യൂണിറ്റ്സിന്റെ ബാക്ക് പാനൽ നോക്കിയാൽ ഇൻപുട്ട് സെക്ഷനിൽ 2 XLR കോംബോ ജാക്സ് ആണ് ഉള്ളത്. കോംബോ ജാക്സ് എന്താണെന്ന് അറിയില്ലെങ്കിൽ യു ക്യാൻ കണക്ട് ബോത്ത് XLR ആൻഡ് TRS കേബിൾസ് ടു ദ സെയിം പോർട്ട്. ഇനി 2 മോഡൽസിന്റെയും ഔട്ട്പുട്ട് സെക്ഷനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് കാണാം. SSL2 MK2 gets 1 pair of balanced outputs and SSL2+ MK2 gets an additional pair of outputs. എല്ലാ ഔട്ട്പുട്ട്സും DC coupled balanced outputs ആണ്. DC coupled ഔട്ട്പുട്ട്സിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സെൻഡ് കൺട്രോൾ വോൾട്ടേജസ് ടു എക്സ്റ്റേണൽ സിൻസ്. ഫോർ എക്സാമ്പിൾ DAWൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പോ ഇൻഫർമേഷൻ നമുക്ക് മോഡുലാർ സിൻസിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇനി SSL2+ MK2ന് എക്സ്ക്ലൂസീവ് ആയിട്ട് MIDI ഇൻ ആൻഡ് ഔട്ട് പോർട്സ് അവൈലബിൾ ആണ്. ഐ എം നോട്ട് ഷുവർ ഇന്നത്തെ കാലത്ത് MIDI പോർട്സിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ബിക്കോസ് പുതുതായിട്ട് ഇറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ MIDI കൺട്രോളേഴ്സിനും ഹാർഡ്വെയർ സിൻസിനും ഡയറക്റ്റ് USB കണക്ടിവിറ്റി ഉണ്ട്, ത്രൂ വിച്ച് യു ക്യാൻ ട്രാൻസ്ഫർ MIDI ഡേറ്റ. ഇനി ഏറ്റവും ലെഫ്റ്റിലായിട്ട് യു വിൽ ഫൈൻഡ് ദ USB-C പോർട്ട്. And both these units come with a Kensington lock, making them secure and portable. So finally, if you decide to purchase any of these units, make sure SSL's website le poite endayalum register cheya, because once you register idinte koode included aayittulla SSL protection pack software bundle ninge download ചെയ്തെടുക്കാം. ഈ സോഫ്റ്റ്വെയർ എല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഫോർ ഫ്രീ. ഇനി ഈ യൂണിറ്റ്സിന്റെ പ്രൈസ് എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? അതിനു മുമ്പേ ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, ഡോണ്ട് ഫർഗെറ്റ് ടു ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ഫോർ മോർ ഓണസ്റ്റ് ഗിയർ റിവ്യൂസ്. ആൻഡ് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുന്ന ഉറപ്പുള്ള എല്ലാ ഫ്രണ്ട്സിനും ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തോളൂ. SSL2 MK2ന് പ്രൈസ് വരുന്നത് 31,000 rupees ആൻഡ് SSL2+ MK2ന് പ്രൈസ് വരുന്നത് 41,000 rupees. ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ ബിലോ ഫോർ എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട്സ് ഓൺ ദീസ് SSL ഇന്റർഫേസസ്. അപ്പോൾ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, കൂപ്പൺ കോഡ് കോപ്പി ചെയ്യുക, ക്ലിക്ക് ദ ലിങ്ക് ടു മീഡിയ ക്യാപിറ്റൽസ് ഓൺലൈൻ സ്റ്റോർ ആൻഡ് ഗെറ്റ് ദീസ് ഇന്റർഫേസസ് ഫോർ എ ഡിസ്കൗണ്ടഡ് പ്രൈസ് ബിഫോർ ദ ഡീൽസ് റൺ ഔട്ട്. സോ ഗ്രാബ് യോഴ്സ് ടുഡേ. അപ്പോൾ ഈ MK2 അപ്ഗ്രേഡിൽ വന്നേക്കുന്ന മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നിങ്ങളെല്ലാവരും കണ്ടു. ദ കളേഴ്സ് ഫീൽ എ ലിറ്റിൽ ബിറ്റ് മോർ പ്രീമിയം. റീഡിസൈൻ പോർട്സ് ഓൺ ദ ബാക്ക് പാനൽ ലുക്സ് വെരി റിഫ്രഷിംഗ്. എല്ലാ സ്വിച്ചസിനും കൊടുത്തിരിക്കുന്ന LED ദാറ്റ് ടേക്സ് ഔട്ട് ദ കൺഫ്യൂഷൻ. റീലൊക്കേഷൻ ഓഫ് ഹൈസി ആൻഡ് ഹെഡ്ഫോൺ പോർട്സ് ഓൺ ദ ഫ്രണ്ട് പാനൽ ആൻഡ് ഓൾസോ ഒറിജിനൽ മോഡലിൽ ഉണ്ടായിരുന്ന RCA പോർട്സിനെ എടുത്തു മാറ്റി ബാലൻസ്ഡ് ഔട്ട്പുട്ട്സ് വന്നത് ആർ ഓൾ വെരി ഗുഡ് അപ്ഗ്രേഡ്സ്. സോ ഈ കോസ്മെറ്റിക് അപ്ഗ്രേഡ്സ്, കൺവീനിയൻസ് ഫാക്ടർ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വാട്ട് എൽസ് ഡിഡ് വി ഫീൽ? ഈ 2 ഇന്റർഫേസസിന്റെയും പ്രീആംപ് ഗെയിൻ, മോണിറ്റർ ലെവൽ ആൻഡ് ഹെഡ്ഫോൺ ഔട്ട്പുട്ട് ലെവൽ, ഈ 3 കാര്യങ്ങൾക്കും കുറച്ചും കൂടെ ഹെഡ് റൂം കിട്ടിയിട്ടുണ്ട് MK2ൽ. അതായത് ഒറിജിനൽ മോഡൽസിലെ പ്രീആംപ് ഗെയിൻ 12 o'clock വെച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 11 o'clock വെക്കുമ്പോൾ തന്നെ വി ആർ ഗെറ്റിംഗ് ദ സെയിം എമൗണ്ട് ഓഫ് ഗെയിൻ.
അതുപോലെ തന്നെ ഒറിജിനൽ മോഡലിലെ ഹെഡ്ഫോൺ ഗെയിൻ 1 o'clock വെച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 11 o'clock വരെ പുഷ് ചെയ്താൽ മതി. മോണിറ്റർ ലെവലിനും ഇതുപോലെ തന്നെ കുറച്ചുകൂടെ ഹെഡ് റൂം കിട്ടിയിട്ടുണ്ട്. ദിസ് ഇസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ ലേറ്റസ്റ്റ് 32-bit ADDA കൺവേർട്ടേഴ്സ്. ഈ 32-bit കൺവേർഷനെ കുറിച്ച് പറയുമ്പോൾ ദർ ആർ ലോട്ട്സ് ഓഫ് കൺഫ്യൂഷൻസ് ഫ്ലൈയിങ് അറൌണ്ട്, ബട്ട് ദാറ്റ്സ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലെറ്റ് us know in the comment section and we'll make a video about it. ആകൂടെ ഈ SSL2 പ്ലസ് MK2 ഇന്റർഫേസിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരൊറ്റ ഓപ്ഷൻ, ഇതിന്റെ ഔട്ട്പുട്ട്സ് 3-4 ഔട്ട്പുട്ട്സ് 1-2 ആയിട്ട് മിറർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് ആക്ച്വലി യൂസ്ഡ് എ സെക്കൻഡ് പെയർ ഓഫ് മോണിറ്റർ സ്പീക്കേഴ്സ്. സോ ദ ഗോൾഡൻ ക്വസ്റ്റ്യൻ, ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ SSL2 or 2 പ്ലസ് ഒറിജിനൽ മോഡൽസ് ഉണ്ടെങ്കിൽ MK2യിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആൻഡ് വാട്ട് വി തിങ്ക് ഇസ് നോ. But if you are on lookout for your first budget-friendly audio interface or a high-quality portable solution, then this is it. So stay tuned for more gear reviews and other exciting content coming your way on this channel.